ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ വയനാട് 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കണ്ടില്ലേ, സൂചിപ്പാറ. ഇനി ഇവിടുന്ന് നേരെ കൊണ്ട് പോയാൽ മതി. അത് ചിലപ്പോൾ ഓഫ് റോഡ് പോകാനുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ അത് നോക്കട്ടെ. അതിൻ്റെ കാര്യം അത് കാടാണ് ഫുള്ള് ഇങ്ങോട്ടൊക്കെ അല്ലേ. ഞാൻ മാത്രമല്ല, ആൾ കുറച്ച് ടീമുകളുണ്ട്. ഇതിങ്ങനെ ഓഫ് റോഡ് കിട്ടോ കാണുന്നില്ലേ. വയനാട് ചുരം കയറുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ അതിലെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതെങ്ങനെ അതിങ്ങനെ അത് ഭയങ്കര കാടാ അല്ലേ. ഇത് ഞങ്ങളെ ടീമൊക്കെ നിൽക്കണം അവിടെ. ഓഫ് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കാം. കണ്ടില്ല, ഫുൾ കാടാ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അത് അപ്പുറമുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടാ. ഒന്നൊരു പെട്ടെന്നുള്ളൊരു വരവായിരുന്നു ഇങ്ങോട്ട് വയനാട്ടിലേക്ക്. ഫുൾ കാടാണ് അവിടെ. കാട്ടിൻ്റെ ഉള്ളിലേക്ക് പിന്നീട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട്. ഇപ്പം അതിനുള്ള സമയമില്ല. ഇവിടെ മഴയില്ല കേട്ടാ. ഇന്നും ഇന്നലെ ഒന്നും മഴയില്ല അല്ലേ. ഇനി ഓഫ് റോഡൊന്നും കയറാൻ നിന്നില്ല. അതിൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് തേയിലത്തോട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ വണ്ടി സൈഡൊക്കെയാണ്. ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. പുണ പോച്ചൻ്റെ തേയിലത്തോട്ടം കേട്ടോ. ഇതാണ് ആ തേയിലത്തോട്ടം പോച്ചൻ്റെ. ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തോ ഒരു വിഷയത്തിൽ കിടക്കുകയാണിത്. എന്നെ പറഞ്ഞിട്ട് കേട്ടാ, ഫുള്ളായിട്ട് എനിക്കറിയില്ല. ഇതിങ്ങനെ ഓരോ ഇതായിട്ട് വളച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിൽ റിസോർട്ടൊക്കെ ഉണ്ട് മേലെ. ആ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല. അത് കാണുന്നു 5000 തൊട്ട് 500 വെച്ച ടെൻ്റ് ഇട്ടാ. 5000-ൻ്റെയാണ് ആ കാണുന്നത് മേലെ. പിന്നെ അതിൻ്റെ താഴത്ത് സീറ്റിൻ്റെ 500 രൂപ അങ്ങനെയാണ് പറഞ്ഞത്. അല്ലേ, അതാ ഇതിട്ട് 1000 ഏക്കർ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. മഴ ചാറുണ്ട്. ഇനിയിപ്പോൾ ആള് അവിടെ മേലേക്ക് ചിലപ്പം പോവും. അപ്പോൾ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇത് വേറെ സ്ഥലം കേട്ടാ. ഇതൊരു പാടിക്ക് പോണ വഴിയാണത്. പോച്ചൻ്റെ എസ്റ്റേറ്റിൻ്റെ അവിടെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു ടൗണാണ്, ചെറിയൊരു ടൗണാണ്. ടൗണല്ല, അങ്ങാടി. അതായത് ഇവിടെയൊക്കെ ഇതാത്ത ഇങ്ങനെയുണ്ട്. ഇത് ഒരു പാടിക്കുള്ള വഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ പാടിയുണ്ട്. അതിങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് തേയിലത്തോട്ടം. ഇത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ആ പോണ് ഒക്കെ ഇതിൽ പെട്ട ടീമുകളാട്ടോ. ആ പോണ് അങ്ങനെ ആൾ കാന്തമ്പാറയിലെത്തി. ഇപ്പോൾ ഇവിടെ കാപ്പിക്ക് കളറിക്കുന്ന 2 ആൾക്കാരെ കണ്ട് അവിടെ ഇങ്ങനെ പോവാണ്. കാപ്പി തോട്ടാണ്. ഉണ്ടല്ലേ, ആ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടെന്നായിട്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞ്. പക്ഷെ ഭയങ്കര ഇറക്കാണിത്. ഈ വണ്ടി ആയിട്ടാണ്ട് അവിടുന്ന് കയറിയാന്നോ ഇല്ല, വണ്ടി കയറി അത്രയും വലിയ കയറ്റാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. ഇവിടെ നാട്ട് പോകുമ്പോൾ ഇറക്കും. കാന്തമ്പാറ ആ കാണുന്നു ഇല്ല, അങ്ങോട്ട് പോവാണ്. അവിടെ എത്തുമെന്ന് അറിയില്ല. ഇനി അങ്ങോട്ട് എത്തുകയാണെങ്കിൽ അവിടുന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ വീഡിയോ. പാറാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. അല്ല, ഇവിടെ ഒരു തോടാണ്. ഇവിടെ നിന്നാണ്ട് വയനാട് കാന്തമ്പാറ കേട്ടോ. ഇതൊരു കാട്ടിൻ്റെ ഉള്ളിൽ പോകുന്ന ഏരിയയാണ് അല്ലേ. ഇനി ബാക്കി
കുരങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പുറം പോയിട്ട് കാണിച്ചു തരാം. അത് കുറേ ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ അവിടെ നിന്ന് കാണിച്ചു തരാം. ഈ വണ്ടി നമ്മൾ വന്ന വണ്ടിയാട്ടാ. ഇങ്ങനെ പോകും. കയറിയാണ്ട് പോവാ. ആണല്ലേ കാന്തമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ കുരങ്ങന്മാർ കണ്ടമാനം കിട്ടാ. എത്രത്തോളം ദാ നിൽക്കണമെന്ന് ചാടാനായിട്ടാ പോകുന്നത്. ഇനി അങ്ങോട്ട് പോവാം. മാതിരി കണ്ടമാനുണ്ട്. ഇവിടുന്ന് കാണാനായിട്ടാണ് ആ കാറിന് അങ്ങനെയാണ് കാണിച്ചതാ. ആ കാറിന് നേരെ കണ്ടില്ല. അവിടെ കുരങ്ങന്മാർ കണ്ടമാനുണ്ട് കേട്ടോ. എത്രത്തോളം ദാ നിൽക്കണമെന്ന് ചാടാനായിട്ടാ പോകുന്നത്.